കരുവന്നൂർ സഹകരണ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ബാങ്ക് ക്രമക്കേടിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ഇതിന് പകരമായാണ് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം. MS ലിഷോയുണ്ട്. ലിഷോ, ഈ കരുവന്നൂർ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നിരവധി പേരുടെ ജീവൻ പോയതും നിരവധി പേരുടെ ആത്മഹത്യാശ്രമവും ആത്മഹത്യയും മരണവും മൃതദേഹവുമായുള്ള പ്രതിഷേധവും ഉൾപ്പെടെ എല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. പല പ്രമുഖ നേതാക്കളും കോടികൾ കൊണ്ടുപോയി അതിനുവേണ്ടിയുള്ള സ്ഥാപനമായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴെന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ സാഹചര്യം? കരുവന്നൂർ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ്. ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങളായി അഡ്മിനിസ്ട്രേറ്റർ ഭരണം തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഇതിൽ ബാങ്കിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഇനിയിപ്പോൾ 13-അംഗ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനായി ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസം 22-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം ഈ പുതിയ ഭരണസമിതി നിലവിൽ വരികയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയങ്ങളായിരുന്നു കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾക്ക് പണം അവിടെ നിന്ന് ലഭിക്കാനുണ്ട്. ഇപ്പോഴും ഗഡുക്കളായി മാത്രമാണ് സ്ഥിര നിക്ഷേപം ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ നിന്ന് പണം ലഭ്യമാക്കുന്നത്.